എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു ഫാമിലേക്കാണ് കേട്ടോ. ഏത് ഫാമാണെന്ന് വെച്ചാൽ ഒരു സൂര്യകാന്തി തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. പക്ഷേ ന്യൂജേഴ്സിയിൽ എങ്ങനെയാണ് നമ്മുടെ സൂര്യകാന്തി തോട്ടമെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. ഞാൻ മുമ്പങ്ങാണ്ട് തമിഴ്നാട്ടിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ അതിൻ്റേതായ ഒരു ആകാംക്ഷയിലൊക്കെയാണ് കാര്യം. സൂര്യകാന്തി തോട്ടം എങ്ങനെയാണ് നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ടാവും. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 3/4 മണിക്കൂറിലും മീതെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫാമിലേക്ക്. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ഫാമിലെത്തിയിട്ടുണ്ട്. ഞാൻ വരുന്ന വഴിയൊന്നും അധികം കാണിച്ചൊന്നുമില്ല. അപ്പോൾ അതേ നേരെ കാണുന്നത് ഒരു ആപ്പിൾ തോട്ടം ഉണ്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഫാം ഉള്ളത്. നമ്മൾ മെയിനായിട്ട് സൂര്യകാന്തി തോട്ടം കാണാനാണ് വന്നത്. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേനും സൂര്യകാന്തി മാത്രമല്ല കേട്ടോ, ഒരുപാട് പല വെറൈറ്റി പൂക്കളുടെ തോട്ടമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പൂക്കൾ കാണാൻ പറ്റി. അപ്പോൾ അതേ നോക്കിക്കേണ്ടേ നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്തൊരു വണ്ടികളാണെന്ന് അറിഞ്ഞാൽ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് കയറി. ടിക്കറ്റൊക്കെ വേണം കേട്ടോ ഇതിൻ്റെ അകത്ത് കയറാൻ. നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിയ പാട് തന്നെ നമ്മൾ നേരെ തന്നെ കാണാണ്ട് ഒരു ഓറഞ്ച് കളറിൽ അത് മൊത്തം മത്തങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ ഹലോവീനൊക്കെ ഇവരിങ്ങനെ എന്താ പറയുക, ഈ മത്തങ്ങ വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഈ മത്തങ്ങയൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ നിരത്തി വെച്ചേക്കണത്. അതും വലിയ മത്തങ്ങ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ മത്തങ്ങയൊക്കെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു മത്തങ്ങയും ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലോ, ഒരു ഓറഞ്ച് കളറ്, ഒരു വെറൈറ്റി കളറല്ലേ. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെ ഉള്ളൊരു സ്ഥലത്ത് അതിങ്ങനെ ആളുകൾ വന്ന് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് വാങ്ങിക്കാം കേട്ടോ. ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിതിങ്ങനെ ഇട്ടേക്കണത്. എന്നിട്ട് അതിൻ്റെ തൂക്കം നോക്കിയിട്ട് അവർ വില പറഞ്ഞു വിൽക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ തോട്ടം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിനാണ് ഈ ഒരു ഫാം ഉള്ളത്. ഇവിടെ പല വെറൈറ്റി സാധനങ്ങളുണ്ട്, അതായത് പൂക്കൾ. അപ്പോൾ നമുക്കിതൊക്കെ നടന്ന് പോയി കാണാമെന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഈ എന്താ പറയുക ട്രാക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ചുറ്റി കറങ്ങാം. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ അതെ ഞാനിങ്ങനെ മത്തങ്ങയുടെ ഇടയിലൊക്കെ നിന്നിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് മത്തങ്ങ. അങ്ങനെ അതെ ഇതാണ് കേട്ടോ ആ ട്രാക്ടർ. ഇതിൽ നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവരെല്ലാം ഇങ്ങനെ ചുറ്റി കാണിക്കും. എന്നിട്ട് നമുക്ക് ഏത് പൂവിൻ്റെ അടുത്താണോ ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതിന് ഓരോ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ആ സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന പാടേനെ അതേ വണ്ടി ഇങ്ങനെ വന്ന് നിർത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ ഇവിടെ ഉള്ള പൂക്കളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. ഫ്രീ അല്ല, ഇതിനൊക്കെ വേറെ ക്യാഷ് കൊടുക്കണം. അപ്പോൾ അത് നമുക്കിങ്ങനെ ശേഖരിക്കാനായിട്ട് അതിന് ചെറിയൊരു കൊട്ട പോലൊരു കൊട്ടയല്ല, ഒരു ചെടിച്ചട്ടി പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ ട്രോളി എടുക്കൂലേ എന്ന് പറഞ്ഞ മാതിരി എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ അതുമാതിരത്തെ ഇങ്ങനെ ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം. നമ്മളങ്ങനെ ട്രാക്ടറിൽ കയറി വണ്ടി തിരിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചുറ്റുവട്ടോ ഇങ്ങനെ ഒരുപാടുണ്ട്, ഏക്കർ കണക്കിനുണ്ട് ഈ ഒരു തോട്ടം. ഈ കാണാണേ ആ ഒരു ബക്കറ്റ്, അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ഒരു കത്രയും വെച്ചിട്ടുണ്ട് ഈ പൂക്കളൊക്കെ കട്ട് ചെയ്യാൻ. നമ്മൾ പക്ഷേങ്കിൽ അതൊന്നും എടുത്തില്ല കേട്ടോ. എന്തിനാണ് ഈ പൂക്കളൊക്കെ കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അല്ലേ. എനിക്ക് അത്ര വലിയ എന്താ കാര്യമൊന്നും മനസ്സിലായില്ല കേട്ടോ. പക്ഷേ എങ്കിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ ഓരോരോ ബക്കറ്റുകളും അതുപോലെ തന്നെ പൂക്കളുകളൊക്കെ. ഈ ഇരിക്കണതൊക്കെ മിക്കതും ഇന്ത്യൻസാണ് കേട്ടോ. ഈ സാരിയൊക്കെ ചുറ്റിയിരിക്കണത്. നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര നല്ല രസമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നട്ടാപ്പുറം വെയിലായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും വെയിലില്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോവായിരുന്നു. ഇതിൻ്റെ അകത്ത് എന്ത് തിരക്കാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഏക്കർ കണക്കിനുള്ളതായതുകൊണ്ട് നമുക്ക് അറിയാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സ്റ്റോപ്പ് എത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ പെറ്റുകളുടെ ഒരു ഫാം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ, ഈ എന്താ പറയുക അവിടെ എന്താ ഉള്ളതെന്ന്. അങ്ങനെ നമ്മൾ അധികം ആളുകളൊന്നുമില്ല എങ്കിലും നമ്മളങ്ങനെ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു കുഞ്ഞു കുതിരക്കുട്ടീനെ കണ്ടായിരുന്നേ. കുഞ്ഞു കുതിരയാണ് കേട്ടോ അത്. പിന്നെ അതേ കോഴികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കണ്ട കേട്ടോ.
നമുക്ക് അത്ഭുതം അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ കാണുന്ന ഓരോരോ പെറ്റുകൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോഴേ നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. വേറെയും കോഴികളുണ്ട്, പക്ഷെ അതുങ്ങളൊക്കെ ആ കോഴിക്കൂട്ടി തന്നെയാണ് കേട്ടോ. ഇത് മാത്രം ഇതിങ്ങനെ അടുത്ത് വന്ന് നിന്നിങ്ങനെ കൊക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് തീറ്റയൊക്കെ കൊടുക്കാം. അതിന് ക്യാഷ് കൊടുത്ത് നമുക്ക് തീറ്റയൊക്കെ വാങ്ങിക്കാം. അവിടെ അതിൻ്റെ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ മൊത്തം ആടുകളാണ്. ആടുകൾ, പശുക്കൾ എല്ലാം. ഈ ആടിൻ്റെയൊക്കെ വലിപ്പം കാണണോട്ടോ, എന്തു വലിയ ആടാണെന്ന് അറിഞ്ഞാൽ ക്യാമറയിൽ കാണുന്ന പോലെയൊന്നുമല്ല. നമ്മുടെ നാട്ടിലുണ്ടാവുമായിരിക്കും കേട്ടോ ഇത്രയും വലിപ്പമുള്ള ആടുകളൊക്കെ. അപ്പോൾ അതിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. ആളുകൾ അതിന് തീറ്റയൊക്കെ കൊടുക്കണം കാണാം കേട്ടോ. ഒരുപാട് വലിയ സ്പേസിലാണ് ഇതിനിങ്ങനെ ഇട്ടേക്കണത്. നമുക്ക് പുറത്തേക്കൊന്നും കിടക്കാൻ പറ്റില്ല. ഫുള്ളിങ്ങനെ കവർ ചെയ്ത് ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. കാര്യം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളതാണെങ്കിലും ഇവിടെ വന്ന് കാണുമ്പോൾ അതൊക്കെ ഒരു രസമാണല്ലോ കാണാൻ. ആടും പശുവും ഒക്കെ, കുതിരയും കോഴികളും, അങ്ങനെ പിള്ളേർക്ക് അതൊക്കെ ഒരു രസമാണ്. ഇവിടെ വലിയവരും എല്ലാവരും ഇങ്ങനെ വലുതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതിനിങ്ങനെ ഫുഡൊക്കെ കൊടുത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ കോഴിക്കൂട്. അപ്പോൾ കോഴികളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പാത്തു കുറേ നേരം അതുങ്ങളെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ നിൽപ്പുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും ട്രാക്ടറിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക കേട്ടോ, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പൂക്കളാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയുക, വയ്യാത്തവരോ അല്ലെങ്കിൽ ഈ പ്രായമായവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉള്ളവർക്കൊക്കെ അവർ ആ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി നമ്മളെ അങ്ങോട്ടും കൂടെ ഒക്കെ എത്തിച്ചു തരും കേട്ടോ. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കുതിര സവാരിയാണേ. നമുക്ക് ടിക്കറ്റ് കൊടുക്കണം കേട്ടോ അതിന് വേറെ. അതിലിങ്ങനെ കയറി കഴിഞ്ഞാൽ ആ ഒരു റൗണ്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ കുതിരയുടെ ഇങ്ങനെ നമുക്ക് റൈഡ് നടത്താം. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഈ ഫാമാണെന്നും പറഞ്ഞ് പൂക്കൾ മാത്രമല്ല, വേറെ ഈ കുട്ടികളെയൊക്കെ ആകർഷണീയമാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെയും കുറേ ഇങ്ങനെ കളിക്കാൻ പറ്റിയ കുറേ സംഗതികളൊക്കെ ഉണ്ട്. എനിക്ക് പേരൊന്നും അത്ര കറക്റ്റായിട്ട് അറിയില്ല. അതേ കണ്ടോ, അതെന്തൊക്കെയോ ഇങ്ങനെ കളിക്കണ ഓരോരോ സംഗതികളൊക്കെയാണ്. നമ്മളങ്ങനെ ഈ ഒരു ഫാമിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടുള്ളൊരു സ്റ്റോപ്പിലാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കണത്. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളവിടെ അങ്ങനെ ട്രാക്ടർ നിർത്തി നമ്മളെല്ലാവരും ട്രാക്ടറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് നടപ്പ് തുടങ്ങിയപ്പോഴാണ്ടോ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ സൂര്യകാന്തികളുടെ ചെടികളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇതിങ്ങനെ ഒറ്റയായിട്ടാണ് ഇവിടെയൊക്കെ നിൽക്കണത്. ഇതൊരു മ്യൂസിയം ഉണ്ടോ. മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പണിയായുധങ്ങളൊക്കെ പഴയതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു മ്യൂസിയം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് വേറൊരു ഷോപ്പ് കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ കുറേ ഡ്രസ്സുകളാണ് കേട്ടോ തൂക്കിയിട്ടേക്കണം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അറിയണേ ഇത് മൊത്തം ഇങ്ങനെ സുവനീറുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നാൽ നമുക്ക് സുവനീർ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. പല വെറൈറ്റി സുവനീറുകളാണ്. അവരിതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എന്ത് രസമായിട്ടാണല്ലേ ഇങ്ങനെ ഈ കൊട്ടയിൽ ഇങ്ങനെ അവരിങ്ങനെ ഓരോ ഷേപ്പിലുള്ള സുവനീറുകളാണ് വച്ചേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഷോപ്പ് കണ്ടോ, ഫുള്ള് ഇങ്ങനെ മരത്തിൻ്റെ ഒരു ഒരു ഷെഡ് പോലെയല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഈ വെയിലായതുകൊണ്ട് കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് നിന്നപ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുമാതിരത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഷൂ ആണ്ടോ ആ നേരത്തെ കണ്ടേ. പിന്നെ ഇതൊരു കീ ചെയിൻ, അതുപോലെ തന്നെ സൂര്യകാന്തിയുടെ പടമുള്ള ബാഗ്, അങ്ങനെ സൂര്യകാന്തിയുടെ പടമുള്ള കുറേ ഐറ്റംസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഷൂകളാണ് കേട്ടോ മെയിനായിട്ടുണ്ടായിരുന്നത്. ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കണതെന്ന് എനിക്കറിയില്ല. കുറേ ഷൂകൾ ഇങ്ങനെ അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ട് പല വലിപ്പത്തിൽ. വലിപ്പം എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ഷൂ ആണെന്ന് പറഞ്ഞതേ ഇതൊക്കെ. അത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ. നമ്മളങ്ങനെ സൂര്യകാന്തിയുടെ അടുത്തെത്തിയൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ വിട്ടായിട്ടാണ് ഇങ്ങനെ തോട്ടങ്ങൾ ഇങ്ങനെ വന്നേക്കണത്, കൂട്ടായിട്ടല്ല. എൻ്റെ ബാക്കിലൊക്കെ വേണ്ട, ഭയങ്കര വെയിലാണ് കേട്ടോ. നട്ടാപ്പുറം വെയിൽ ഇല്ല പൊന്നേ. സൂര്യകാന്തി പൂക്കളുടെ തോട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല കേട്ടോ, പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവർ പിടിപ്പിച്ചേക്കണത്. ഇത് കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരറ്റം തുടങ്ങി ഒരറ്റം വരെ ഇങ്ങനെ നീളത്തിലാണ്ടത് കണ്ടോ അവരിങ്ങനെ ചെയ്തേക്കണത്. അല്ലാതെ ഇങ്ങനെ നീളത്തിലല്ല, ഇങ്ങനെ പരത്തിയല്ല കേട്ടോ അവർ തോട്ടം പിടിപ്പിച്ചേക്കണത്. ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും കാണുമ്പോൾ നല്ല ഭംഗിയാണ്ടോ കാണാനായിട്ട്. അതിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഈച്ചയൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ കുറേ നേരം ഇങ്ങനെ പൂക്കളുടെ വീഡിയോ എടുത്തു കേട്ടോ. കാര്യം നല്ല വെയിലാണ് എങ്കിൽ പോലും നമ്മൾ വന്ന ഉദ്ദേശം ഇതൊക്കെ തന്നെയാണല്ലോ. എനിക്ക് പിന്നെ അല്ലെങ്കിലും പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇതാണ്.
അതുകൊണ്ട് ഞാൻ കുറേ നേരം ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തേ. അപ്പോൾ ഇത് കുഞ്ഞു പൂക്കളായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്തൊന്നും അധികം ആളുകളെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ഒരു കുഞ്ഞി ഭാഗം മാത്രമേ ഉള്ളൂ തോട്ടായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ വലിയ വലുപ്പത്തിലൊക്കെ ഇങ്ങനെ പൂക്കളും അതുപോലെ തന്നെ അതിൻ്റെ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇവർ ഓരോ സെക്ഷനായിട്ടാണ് ഇവരിങ്ങനെ പിടിപ്പിച്ചേക്കണത്. അങ്ങനെ കുറേ നേരം അങ്ങനെ അവിടെയൊക്കെ നിന്ന് അതിന് ശേഷം ഭയങ്കര ദാഹം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ വണ്ടികളുടെ ഇങ്ങനെ ഫുഡ് കോർട്ട് പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെള്ളം മേടിക്കാന്ന് വിചാരിച്ച്. ഇത് വാങ്ങിയാ സാധനം തണുപ്പ് തൂക്കി അടിപൊളിയാ ലെമണേഡ് എന്ന് പറയും. നമ്മുടെ അവിടെ ഫ്രഷ് ലൈം എന്ന് പറയും. പക്ഷെ മധുരം കുറവായിരിക്കും. മധുരം ഇല്ല കുറവ്. അതാ ഇതിന് ആ ചൂടത്ത് അത് നല്ലതാണ്. മധുരം ഇട്ട് ആ ഒരു ഫീൽ കിട്ടൂല. അടിപൊളിയാ ചൂടത്ത് കുടിക്കാൻ. അടിപൊളിയല്ലേ? പിടിച്ചടി നല്ലൊരു സുഖം കിട്ടണം. ഇത് പിടിച്ചേ നോക്കട്ടെ അതിൻ്റെ ടേസ്റ്റോട്ടെ. ഇല്ല ഇത് വേറൊരു ടൈപ്പ് നാരങ്ങ ടൈപ്പാണ്. ഇത് ഇത്തിരി കൂടെ രണ്ട് വ്യത്യാസമുണ്ട്. ഇവിടെ ഒരുപാട് പല വെറൈറ്റി ഫുഡ് കോർട്ടുകളുണ്ട്. എല്ലാവരും നിന്നിട്ട് ഇന്നിങ്ങനെ ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാമെന്ന്. കാരണം വെച്ചാൽ ഇപ്പം തന്നെ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി പുറത്തൊക്കെ പോയി കഴിക്കലൊന്നും നടക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. അപ്പോൾ ഇവിടെ ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നല്ല വെയിലായതുകൊണ്ട് അവിടെയൊന്നും ഇരിക്കലൊന്നും നടക്കൂല. ആളുകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതേ നമ്മൾ വാങ്ങിയത് ഇതൊക്കെയാണ് കേട്ടോ. ഇതൊരു ഗൈറോയാണ്, ഒരു ഷവർമ മോഡൽ. അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോടെ ഒരു ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു ഫിഷിൻ്റെ ഒരു ഫ്രൈഡൊക്കെയാണ് വാങ്ങിയത്. പിന്നെ നമ്മളതൊക്കെ നിന്ന് കഴിച്ചു. ഇതേ വെയിലത്ത് നിന്ന് ആളുകൾ ഫുഡ് കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ദേ നോക്കിക്കണേ നമ്മൾ പൂക്കളുടെ സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ട്. പല വെറൈറ്റി പൂക്കളാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ തന്നെ പല കളറാണ് കേട്ടോ. 3 കളറാകുമ്പോൾ 4 കളർ എന്തോ ഉണ്ട് കേട്ടോ ഈ ഒരു പൂവ്. ഈ പൂവിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ കാണാനായിട്ട്. നമുക്ക് ഈ പൂക്കളൊക്കെ പറിക്കാം കേട്ടോ. പറിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ എന്തോരം വേണേലും ഏത് വേണേലും നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുപോവാം. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ബില്ല് പേ ചെയ്താൽ മതി. ഒരു പൂവിന് ഇത്ര രൂപ റേറ്റിലാണ് അവർ വില ഇടണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അങ്ങനെ ബക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പൂക്കൾ പറിക്കണ്ടെന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന. പക്ഷേ എങ്കിൽ എല്ലാവരും പറിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ പറിക്കാതെ ഇങ്ങനെ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണുമ്പോൾ അങ്ങോട്ട് പറിച്ചു പോകും കേട്ടോ. ഏതെങ്കിലും കുറച്ചൊക്കെ പറിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ നിന്നൊരു വൈറ്റ് പൂവ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പറിച്ചായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്താലൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടൂല കേട്ടോ. അതിനൊരു കത്രികയൊക്കെ ഉണ്ട്. ആ കത്രിക വെച്ച് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താൽ മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ഞാൻ ആ പൂവ് കണ്ട നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ഇങ്ങനെയൊക്കെയല്ലേ കട്ട് ചെയ്ത് എടുക്കാറ്. കണ്ടോ ഇത് കണ്ടോ? ഇതിങ്ങനെ നീട്ടത്തിൽ പറിക്കണോട്ടോ. ഞാനിത് ഇതിൻ്റെ തുമ്പ് അത്ര പറിച്ചെടുത്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തോരം വേണേലും പറിക്കാം. എന്നിട്ട് ആ കുപ്പിയിലാക്കാം. കുപ്പിയല്ല ബക്കറ്റിൽ. ഇത് കണ്ട എന്തോരം കളറുകളാണ് നമുക്ക്. എൻ്റെ ബാക്ക് സൈഡ് കണ്ട നല്ല രസമുണ്ടല്ലേ കാണാൻ. എങ്ങനെയുണ്ട് പാത്തു? ഞാൻ വൈറ്റ് കളർ നോക്കിയാ പറിച്ചത്. കുറേ കളറുണ്ട്, പല 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 കളറുണ്ട്. ഞാൻ പിങ്ക് പറിക്കാം. ഞാൻ വൈറ്റ് എടുത്ത്. വൈറ്റ് നല്ല രസമുണ്ട് പൂ കാണാൻ. മണമൊന്നുമില്ല. പിന്നെ ഒരു മണമില്ല. ഞാൻ പൂ പറിച്ചേക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പാത്തൂന് അത് പറിക്കാതെ ഒരു നിവർത്തിയില്ല കേട്ടോ. പാത്തു പിന്നെ അങ്ങോട്ട് ചടപടേന്ന് ഓരോ പൂക്കളായിട്ട് പറിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ ഞാനും അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് അവൾക്ക് ഇങ്ങനെ പറിച്ചു കൊടുക്കാം കേട്ടോ. റെഡും അതുപോലെ തന്നെ യെല്ലോ അവളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അവൾ പറിച്ചിട്ട് ശരിക്കാണ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഇങ്ങനെ പറിക്കുകയുണ്ട് അതിൻ്റെ ഉള്ളിൽ. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. എല്ലാവരും ഇങ്ങനെ പറിച്ചിങ്ങനെ കൂട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ തോന്നി നമുക്കും അങ്ങനെ പറിക്കാം. ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മളങ്ങനെ കുറേ പറിച്ചു കൂട്ടി. പക്ഷേ എങ്കിൽ നമ്മൾ പറിക്കണ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. ഒരുപാട് കളറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യണം. ആ ചേട്ടൻ പറിക്കണുണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും എടുക്കാൻ നിന്നില്ല. നോക്കിക്കണ്ടേ ഇതിപ്പോൾ നമ്മൾ വേറൊരു സാധനം കാണാൻ വന്നേക്കോട്ടോ. ഈ സൈഡ് കണ്ടതേ ഇങ്ങനെ അഴുക്ക് കുടിച്ച പോലെ ഇരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ കായ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ നിരയായിട്ട് ഇങ്ങനെ നിൽക്കണത് കാണാൻ. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് ഈ സാധനം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. വേണ്ട
എൻ്റെ കായ നോക്കിക്കണ്ടേ, ഇതുണ്ടോ? നല്ല രസമുണ്ടല്ലേ കാണാൻ. 2 ഷെയ്ഡ്, ഗ്രീനും ഉണ്ട്, ഒരു മെറൂണും ഉണ്ട്, 2 കളറായിട്ടാണ്. അപ്പോൾ 2 കളറും ഇങ്ങനെ 2 സൈഡിലായിട്ട് നിൽക്കുക, നീളത്തിൽ അറ്റം വരെ അല്ലേ. നല്ല രസം കാണാൻ. പാത്തു എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? പാത്തുവിന് ആ പൂ ഇട്ടിട്ട് അത് പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുക. 4 കളറ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ. അവിടെ ഒരുപാടുണ്ട്. ഏതൊക്കെ പൂ വേണമെന്ന് ആ കൺഫ്യൂഷനാണ്. നമ്മുടെ വെന്തി ഒക്കെ ഉണ്ട്, മറ്റേ വെന്തിപ്പൂവില്ലേ, അതൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഈ സൈഡിൽ മൊത്തം വെന്തിച്ചെടികൾ. പക്ഷെ ഇതിൽ പൂ നിറച്ചുണ്ടായിട്ടൊന്നുമില്ല. ഇത് വേറെ കളറില്ല. ഇങ്ങനെ 2 സൈഡ് 2 കളറ് വെന്തിച്ചെടിയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈച്ച എന്തൊക്കെയോ പ്രാണികളൊക്കെ വന്നിരിക്കുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള അങ്ങനത്തെ പൂ ഞാൻ കണ്ടിട്ടുണ്ട്, പല കളറിൽ. പിന്നെ നമ്മുടെ അവിടെ എപ്പോഴും കാണാൻ സാധിക്കുമല്ലോ. ഇവിടെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ, ഈ അറ്റം വരെ ഉണ്ട്. ഇങ്ങനെ നിര നിരയായിട്ട് ഓരോ പൂക്കൾ, അത് കണ്ട് ആളുകളൊക്കെ പറിച്ച് കൊട്ടയിലാക്കി ഇങ്ങനെ പിടിച്ചേക്കാണ്. ഇതെന്തിനാന്നാവും ഇങ്ങനെ പൂക്കൾ പറിച്ചുകൊണ്ട് പോകണം. ഉണ്ടോ, ഇത് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ചെടിയാണ്. ഇതിൻ്റെ പല കളറ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പൂക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ പല കളറിലായിട്ട്. ഇവിടെയും എല്ലാ പൂവിനും ഉണ്ട് കേട്ടോ ഓരോരോ കളറുകൾ, ഇങ്ങനെ വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ല രസമുണ്ട് ഇതിങ്ങനെ നിൽക്കണതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ അത് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ലാവൻഡർ പൂവിൻ്റെ ഭാഗത്താണ് വന്നേക്കണത്. വേണ്ട എന്താ രസമാണ് നോക്ക്, നല്ല രസമുണ്ടല്ലേ. ഇത് വൈറ്റ് കളറായിട്ടാണെന്നാണ് ആദ്യം ആവണത്, എന്നിട്ടാണ് പിന്നെ ഈ കളറിലേക്ക് മാറണം. ഇങ്ങനത്തെ പൂക്കളൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ രൂപത്തിലൊക്കെ കിട്ടണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നേരിട്ട് കാണുന്ന, ഇതിൻ്റെ ഒരു തോട്ടം കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ആ ഒരു കളറിൽ ഇങ്ങനെ നിൽക്കണതാണ് എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ. ഈ പൂവിനെ കുറിച്ച് ഓരോന്ന് വർണ്ണിക്കാനൊന്നും എനിക്ക് വയ്യ കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള വാക്ക് എന്ത് ഭംഗിയാണ് കാണാൻ, എന്ത് ഭംഗിയാണെന്ന് കാണാനാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ പൂക്കളൊക്കെ കാണാനായിട്ട്. നേരിട്ട് കാണാനാണ് കേട്ടോ ഇതൊക്കെ ഭംഗി. വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രമാത്രം നിങ്ങൾക്ക് അതൊക്കെ ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിന്ന് വളരെ ഹാപ്പിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത്. കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഗാർഡനുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു തോട്ടത്തെ പോലെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്ന് കട്ട് ചെയ്യാൻ സാധിക്കുക, അതൊക്കെ ആദ്യമായിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണത്. ഈ പൂക്കൾ കണ്ടില്ലേ, ഇത് എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ആ ഒരു വേർഡ് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ നിൽക്കണേണ് ഈ ഒരു പൂവ്. ഇതൊക്കെ നാട്ടിൽ ഉണ്ടാവുമായിരിക്കും കേട്ടോ, അറിയാവുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല കേട്ടോ ഈ പൂവിനെ കുറിച്ച്. ഇതിൻ്റെ പേര് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ പൂക്കളുടെ പേരൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ റോസാപ്പൂവ് ഉണ്ടായേക്കണ പോലെ കാണും കേട്ടോ. ഇതിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മജന്ത കളർ ഇട്ടാ, ഡാർക്ക് ഒരു പിങ്ക് കളറായിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ തന്നെ വേറെയും കളറുകളുണ്ട്. അപ്പോൾ അതേ പാത്തു പിന്നെയും പൂക്കളൊക്കെ പറിച്ച് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഓരോ പൂക്കൾ കാണുമ്പോഴും അവൾ എല്ലാം ഇങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആദ്യം പറിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പിന്നെ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം കട്ട് ചെയ്യാൻ ഇങ്ങനെ തോന്നുകയാണ്. കാരണം വെച്ചാൽ എല്ലാവരും ഇങ്ങനെ വാശിക്ക് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ഇത് കണ്ടില്ലേ, ഓരോരുത്തർ ഇങ്ങനെ കട്ട് ചെയ്ത് അവരുടെ കയ്യിൽ കത്രികയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ കത്രികയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ട്രാക്ടറിൽ കയറിയിട്ട് ആ ഫസ്റ്റ് കയറിയോട് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഉള്ളതുപോലെ തന്നെ അങ്ങോട്ട് പറിക്കാമെന്ന് വിചാരിച്ചത്. ഈ പൂ കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ പൂവിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗി കാണാനായിട്ട്, ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ പൂവ്. പിന്നെ വേറെയും കളറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ കളറാണ് നമ്മൾ കട്ട് ചെയ്തത്. പിന്നെ അതിന് ശേഷം കുറേ നേരം കുറേ ഫോട്ടോസും അതുപോലെ തന്നെ കുറേ റീൽസൊക്കെ എടുത്തായിരുന്നു അതിൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ.
ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഈ വാടാമുല്ല പോലത്തെ ഇങ്ങനത്തെ ഒരു പൂവാണ്. നല്ല രസമുണ്ടല്ലേ. ഇത് ഒരു വാടാമുല്ല കളറിലുള്ളൊരു പൂവാണ്. ഇതിൻ്റെ തന്നെ വേറെയും ഒരു കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അടുപ്പിച്ചാണ് വരുന്നത്. എല്ലാം ഇങ്ങനെ എന്തോരം വീഡിയോ എടുത്തെന്ന് ഒരു കഥയില്ല കേട്ടോ. ഞാനെല്ലാം വെട്ടിച്ചുരുക്കിയാണ് കേട്ടോ ഞാൻ കുറച്ചായിട്ട് ഇട്ടേക്കണത്. കാരണം അതിന് മാത്രം വീഡിയോ ഉണ്ടായിരുന്നു. ഏത് ഭാഗം എടുക്കണമെന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. അത്രയ്ക്ക് വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ വെട്ടിച്ചുരുക്കിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഞാനും ഭാഗത്തും കട്ട് ചെയ്ത പൂക്കളാണ് കേട്ടോ ഈ കാണിക്കണത്. ഇത് കണ്ടില്ലേ, ഇത് മജന്ത കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റെഡ് കളറാണ് കേട്ടോ ഈ കാണുന്നത്. അത് വീഡിയോയിൽ ചിലപ്പോൾ പെട്ടെന്ന് പിടികിട്ടൂല. ഇത് റെഡ് കളറാണ്. നമ്മൾ റോസാപ്പൂ നിൽക്കണ പോലെ തോന്നും. അതും പറിച്ചെടുത്തായിരുന്നു. എല്ലാ പൂക്കളും പറിച്ചെടുത്തിട്ടോ. നേരത്തെ കണ്ട വാടാമല്ലിയുടെ റെഡ് കളറിലുള്ള പൂവാണ് ഇത്. ഇതും നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ നിൽക്കണ കാണാൻ. അതിൻ്റെ തന്നെ വേറൊരു വൈറ്റ് കളറിലൊരു പൂവ്. അതിനുശേഷം നമ്മളിപ്പോൾ അതേ സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വലിയ പൂവാണ് കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത് നല്ല വലിയ വലിപ്പത്തിലുള്ള പൂവായിരുന്നു. ഇതിങ്ങനെ നീളത്തിൽ കുറേ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയായിരുന്നു കേട്ടോ. തോട്ടത്തിൻ്റെ ഉള്ളിൽ ഈ പൂവിലൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഈച്ചയൊക്കെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അകത്ത് കയറിയതാണ്. അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ സൂര്യകാന്തി പൂവിൻ്റെ ഭംഗി കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു വലിപ്പവും അതിൻ്റെ ആ ഒരു നിപ്പും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഫോട്ടോസ് എടുക്കുമ്പോഴും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാവരും വന്നിങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ കട്ട് ചെയ്തെടുക്കുന്ന പൂവ് ഇതാണ് കേട്ടോ, ഈ സൂര്യകാന്തി പൂവ്. അപ്പോൾ അതേ നമ്മളും അങ്ങനെ ഒരു പൂവ് നല്ല വലിയ പൂവ് നോക്കിയാണ്ടോ നമ്മളും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടല്ലേ അതിങ്ങനെ ചാഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ആ പൂവ് കട്ട് ചെയ്ത് കത്രിക വെച്ചാണ്ടോ, ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു കത്രിക വാങ്ങിയാണ് നമ്മളത് കട്ട് ചെയ്തത്. വേറൊരു പൂവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് പൂച്ചെണ്ടിലൊക്കെ കണ്ടിട്ടുള്ളൊരു പൂമാതിരി ഉണ്ടല്ലേ. ഇത് 3-4 ടൈപ്പ് കളറുകൾ ഉണ്ടായിരുന്നേ. ഇങ്ങനെ കൂടി നിൽക്കുമായിരുന്നു പല കളറുകളായിട്ട്. നമ്മൾ അതിൽ നിന്നും ഒരു പൂവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് പാത്തൂന് ഏത് പൂവ് വേണമെന്ന് ആ കൺഫ്യൂഷനാണ്. എല്ലാം അവൾ കട്ട് ചെയ്ത് കയ്യിൽ വാങ്ങുന്നുണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ കഴുതകൾ, കുതിരകൾ, പശു, ആട് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് അവരിങ്ങനെ നിർത്തിയേക്കേണ്ട ഇങ്ങനെ പുല്ല് മേയാനായിട്ട് ഇങ്ങനെ വലിയൊരു ഗ്രൗണ്ട് പോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പോണ വഴിയിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് കാണാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ സമയം ഏകദേശം ഒരു 5-5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം പൂക്കളൊക്കെ അതേ ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നടന്ന് കാണാൻ ഇനി ഒരുപാട് കാഴ്ചയുണ്ട്. അപ്പോൾ ഇനി സമയം കളയണ്ടല്ലോ, ഒരു ക്ലോസ് ചെയ്യണ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ട്രാക്ടറിൽ കയറി ഇനിയിപ്പോൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ആകെ ടയേർഡായി. കാരണം വെച്ചാൽ നല്ല വെയിലായിരുന്നു. നമ്മൾ ഒരുപാട് നടന്നേ. വീഡിയോയിൽ ഞാൻ അധികമൊന്നും അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ഒരുപാട് നടന്ന് ആകെ അവശതയായിട്ടുണ്ട്. ഇനി നടന്ന് കാണാനുള്ള ഒരു ഇതില്ല. പൂക്കൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി. ഇനി നമ്മൾ കാണാത്ത പൂക്കളൊക്കെ ഉണ്ട് ഈ ഫാമിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ച് അങ്ങനെ എൻട്രൻസിൻ്റെ ഭാഗത്ത് എത്തി. ഇനിയിപ്പോൾ പൂക്കൾ നമ്മൾ ബില്ല് പേ ചെയ്യണം കേട്ടോ, അത് അവർ നോക്കിയിട്ട്. അപ്പോൾ ഇതൊക്കെ കവറുകളാണ്. ഈ കവറിലൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ സുരക്ഷിതമായിട്ട് പൂക്കൾ വല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലേ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ട് അവരങ്ങനെ കിറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കൗണ്ടർ. അപ്പോൾ ആ കാണുന്ന അമ്മച്ചി കണ്ടോ പൂക്കൾ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയ പൂക്കൾ അവരിങ്ങനെ പരിശോധിക്കുകയാണ്. അവരിങ്ങനെ ഓരോന്ന് എണ്ണി ഒരു പൂവിന് എത്ര രൂപ എന്നുള്ള റേറ്റിലാണ് കേട്ടോ. അതിൽ ലാസ്റ്റ് കുറേ ഈ കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടായത് അവരതവിടെ മാറ്റി വെച്ച് കളയാൻ വേണ്ടിയിട്ട്, വേസ്റ്റ് ഇടാൻ വേണ്ടി. പക്ഷേ എങ്കിലും ഞാൻ ആ അമ്മച്ചീനോട് പറഞ്ഞിട്ട് ആ പൂക്കളൊക്കെ വാങ്ങിയെടുത്തായിരുന്നേ. എന്നിട്ട് അവർ നല്ല പൂക്കളൊക്കെ അവരൊരു കിറ്റിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂവിനെ. അത് പറയാതിരിക്കലാണ് ഭേദം അതിൻ്റെ വില. അപ്പം ഞാനും ആ കളയാൻ വെച്ച പൂവും കഴിക്കലാക്കി അമ്മച്ചീനോട് ചോദിച്ചിട്ട് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പാത്തു ഹാപ്പി ആയിട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വളരെ ഹാപ്പിയാണ് ഞാനും. കാരണം വെച്ചാൽ പൂക്കളുടെ ഫാമിൽ വന്ന് ഒരുപാട് പല വെറൈറ്റി പൂക്കൾ നമുക്ക് തോട്ടങ്ങൾ നേരിട്ട് കാണാനും അതൊക്കെ കട്ട് ചെയ്യാനും ഒക്കെ സാധിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളും ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.